ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിതിന് കറിയൊന്നും വേണ്ട കഴിക്കാൻ. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇതിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ കുഴക്കുന്ന പോലെ തന്നെ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി, ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ. അപ്പോൾ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ ഈ ചപ്പാത്തി കഴിച്ച് ഭയങ്കര മടുപ്പ് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകം കറിയൊന്നും ഉണ്ടാക്കാതെ ചുമ്മാ ചായയുടെ കൂടെയൊക്കെ കടിച്ച് മുറിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരുപാട് നേരം വെക്കണ്ട. ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു നേരം വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ സവാള ഒരുപാട് വലുതില്ലെങ്കിലും ഒരു 2 മീഡിയം സൈസ് സവാള എടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് നമുക്കിനി വഴറ്റിയെടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് തക്കാളിയെ ചേർക്കുന്നത് 2 ചെറിയ പഴുത്ത തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല പഴുത്ത നോക്കി ചേർക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരണം, ഉടഞ്ഞ് വരണം. അപ്പോൾ ഈ തക്കാളി ഇവിടെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് പച്ചമണം മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ മല്ലിയില ഒന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ മതി. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ഇതിനൊരു 6 പീസ് ആക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഈ മസാല എന്ന് പറയുമ്പോൾ 6 പീസിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ഒരാൾക്ക് അത്യാവശ്യം വയറ് നിറയെ 2 എണ്ണമൊക്കെ മതി, അതിൽ കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പൊടിയിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം. ശരിക്കും നമുക്കിത് ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മസാല വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മേലോട്ടേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് പ്ലീറ്റ് എടുത്ത് കൊടുക്കാം. ആദ്യം ഇങ്ങനെ പരത്തുമ്പോൾ ഒരുപാട് വട്ടത്തിൽ പരത്തണം എന്നില്ല, ചെറുതാക്കി പരത്തിയാലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിയിട്ടിട്ട് ഇതൊന്നും കൂടി പരത്തിയെടുക്കുകയാണ്. ഒരുപാട് വലുപ്പത്തിൽ പരത്തണ്ട, കാരണം അത് പൊട്ടി പോവും, മസാല ഉള്ളതല്ലേ. അപ്പോൾ ചെറുതായിട്ട് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. മസാല വെച്ച ഭാഗം ഇങ്ങനെ അടിയിലാക്കിയിട്ട് മേലെ ആ ഒരു ഭാഗത്ത് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തൈര് മസാല പോലെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. തൈര് ഇഷ്ടമുള്ളവരാണെങ്കിൽ. എന്തായാലും അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചൂടോടെ വേണം ഇത് കഴിക്കാൻ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. എന്നും ചപ്പാത്തി കഴിക്കുന്നവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് കറിയൊന്നും ആവശ്യം വരില്ല എന്നുള്ളത്. കാരണം നമ്മൾ നല്ല മസാലയൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് കണ്ടോ. നമ്മൾ പരത്തുന്നതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.